ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് മീ ആഷിഖ്. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് അതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ഇന്നാണ് അതിന് പറ്റിയൊരു സിറ്റുവേഷൻ ഒത്തു വന്നത്. ഞങ്ങളുള്ളത് ഫാമിലി ആയിട്ട് ഇപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണുള്ളത്, കാൽവരി മൗണ്ടിലാണുള്ളത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ആക്ച്വലി ഞാൻ എൻ്റെ വീഡിയോസിലും വ്ളോഗ്സ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ട്രാവൽ വീഡിയോസും ഫുഡ് വീഡിയോസും ആണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എൻ്റെ മക്കളാണ് എനിക്കുള്ളത്, അവരവിടെ കളിക്കുന്നുണ്ട്, അതാണ് നോക്കുന്നത്. വീഡിയോസ് എടുക്കാൻ വേണ്ടി കുറച്ച് ആക്സസറീസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രോൺ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്നത് ഐഫോണിലാണ്, 14 Pro Maxലാണ്. അപ്പോൾ ഡ്രോണിൻ്റെ അൺബോക്സിങ് വീഡിയോസും കൂടെ ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വിഷ്വൽസ് കൂടെ കാണാം. ഇതാണ് ഞാൻ വാങ്ങിച്ച ഡ്രോണ്. DJI ആണ് ബ്രാൻഡ് വരുന്നത്. DJI Mini 4 Pro എന്നുള്ള ഒരു മോഡലാണ് എടുത്തിട്ടുള്ളത്. DJI ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണിത്. അത് ഞാനും എൻ്റെ മൊത്തം വളരെ ഔട്ടിയും കൊണ്ട് അൺബോക്സ് ചെയ്യാൻ പോവാണ്. വെൽ പാക്ഡ് ആണ്. ആപ്പിളിൻ്റെ ഒക്കെ വിഷൻ പ്രോ ഉണ്ടല്ലോ, അതിൻ്റെ അതേ സെയിം പാക്കിങ്ങിലാണ്, ആ ഒരു ക്വാളിറ്റി പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ബ്രാൻഡിൻ്റെ ക്വാളിറ്റി പാക്കിങ്ങിലും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. പുറത്ത് സീൽഡാണ്. ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വരുന്നത് ഒരു ക്യാരി ബാഗ് വരുന്നുണ്ട്. ക്യാരി ബാഗിലാണ് ഇത് ഐറ്റംസ് എല്ലാം വന്നിട്ടുള്ളത്. അടിപൊളിയാണ്, നല്ല ലുക്കാണ്. ക്യാരി ചെയ്യാൻ നല്ല എളുപ്പമാണെന്ന് തോന്നുന്നുണ്ട്. കോമ്പാക്റ്റാണ്, നല്ല ക്യാരി ചെയ്യാൻ എളുപ്പത്തിനുള്ള സൈസിലാണുള്ളത്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഇരിപ്പുണ്ട്. സോറി, ഇത് ബാക്ക് സൈഡാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ വാട്ടർ പ്രൂഫാണ്, കാരണം അത് നമ്മൾ പുറത്ത് യൂസ് ചെയ്യുമ്പോൾ വെള്ളം അകത്ത് കിടന്ന പണിയാവില്ലേ. ഇതിൽ വരുന്നത് ഫസ്റ്റ് ഇതിൻ്റെ റിമോട്ട് വരുന്നുണ്ട്. റിമോട്ട് RC2 ഓപ്പൺ ചെയ്ത് നോക്കാം. പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, നല്ല സൂപ്പർ. Mini 4 Proന് വരുന്നത് ഇൻബിൽഡ് ഡിസ്പ്ലേ ആണ്. മറ്റുള്ള Mini 2 ഇതെല്ലാം വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മൊബൈൽ മൗണ്ട് ചെയ്യാനുള്ള ഒരു ക്ലിപ്പ് മൗണ്ടാണ് യൂസ് ചെയ്യാൻ. ഇതിനാകുമ്പോൾ നല്ല അടിപൊളി ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ നോക്കാം അടുത്ത എന്താണുള്ളത് നോക്കാം. ഇതിൽ വരുന്നത് ബാറ്ററി പാക്കാണ് വരുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് കോംബോ പ്ലസ് പാക്കാണ്. ഇതിൽ ആക്ച്വലി ഇത് 3 ബാറ്ററി വരും. ഇതിൽ ഒരു ബാറ്ററി ഡ്രോണിലെ അകത്തുണ്ടായിരിക്കും, പിന്നെ 2 ബാറ്ററി ഉണ്ടായിരിക്കും. ഇതിൽ നമുക്ക് ചാർജ് ചെയ്യാനും, പിന്നെ അത് നമുക്ക് പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ മൊബൈലും മറ്റുള്ളതൊക്കെ ഇതിൽ നിന്ന് തന്നെ മൊബൈലിലോട്ട് ചാർജ് ചെയ്യാം. ഇതിലൊരു Type C പോർട്ട് വന്നിട്ടുണ്ട്, ഒരു USB വന്നിട്ടുണ്ട്. ഇവിടെയാണ് പവർ ബട്ടൺ ഉണ്ട്. നമുക്ക് പവർ ബട്ടൺ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ എത്ര ബാറ്ററി ഉണ്ടെന്നുള്ളത് കാണിക്കും വിത്ത് ഇൻഡിക്കേറ്റർ. പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് ഇതാണ് നമ്മളെ മെയിൻ താരം. വെരി കോമ്പാക്റ്റ് ആണ്. സൈസ് ആകെ ഇത്രേ വരുന്നുള്ളൂ, നമ്മളൊരു കൈയിൻ്റെ സൈസിലേ വരുന്നുള്ളൂ. ഓപ്പൺ ചെയ്ത് നോക്കാം. പേര് പോലെ തന്നെ മിനിയാണ്, പക്ഷേ ഇത് പേരിൽ മാത്രമുള്ള മിനി, പക്ഷേ ഇത് Mini Pro ആണ്. പ്രൊഫഷണൽസ് യൂസ് ചെയ്യാവുന്ന അതേ സെയിം എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ടായിരിക്കും. ഇതൊരു ബിഗിനേഴ്സിന് പറ്റിയ ഡ്രോൺ അല്ല ആക്ച്വലി ഇത്. പക്ഷേ നമുക്ക് ഞാൻ കംപ്ലീറ്റ് ബിഗിനറാണ്. ഡ്രോൺ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും നോക്കാം, നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഇതിലൊരു പ്രൊപ്പല്ലർ ഗാർഡ് ഉണ്ട്. ഇവിടെ നമ്മൾ എടുത്ത് വെക്കുന്ന ടൈമിൽ, ബാഗിൽ വെക്കുന്ന ടൈമിൽ പ്രൊപ്പല്ലേഴ്സിന് മറ്റുള്ള കംപ്ലൈൻറ്റ്സ് വരാതിരിക്കാൻ ഒരു പ്രൊപ്പല്ലർ ഗാർഡ് ഉണ്ടായിരിക്കും. പിന്നെ ഗിംബലിനും പിന്നെ സെൻസേഴ്സിനും ക്യാമറാസിനൊന്നും ഡാമേജ് വരാതിരിക്കാനും അതിനൊരു ഗാർഡ് ഇവിടെ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഗാർഡാണ്. ക്യാമറ ഇനി ഓപ്പൺ ചെയ്യുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഫ്രണ്ടിലുള്ള അത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക.
ഇത്രേ ഉള്ളൂ. ആള് കുഞ്ഞനാണ്, പക്ഷെ പണി അപാര പണിയാണ് എടുക്കുന്നത്. ഇതിൽ വരുന്നത് സെൻസേഴ്സ് വരുന്നത് ഇവിടെ 360 ആണ് ഇതിൽ സെൻസേഴ്സ് വരുന്നത്. ഇവിടെ 2 സെൻസേഴ്സ് ഉണ്ട്, ഫ്രണ്ടിൽ 2 ഉണ്ട്. ടൗണിൽ ഇറക്കുന്ന ടൈമിൽ പെട്ടെന്ന് ക്രാഷ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ സെൻസേഴ്സ് ഉണ്ട്. അത്രയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഗിംബലും ക്യാമറയും പോയിട്ട് ഫ്രണ്ടിൽ ഇവിടെ വരുന്നുണ്ട്. ഇതിൽ 42 മെഗാ പിക്സൽ ക്യാമറ ആണ് വരുന്നത്. ഇത് നമുക്ക് 1/2 കിലോമീറ്റർ ഹൈറ്റിൽ 500 മീറ്റേഴ്സ് ഹൈറ്റ് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ മാക്സിമം ഇതിൽ 20 കിലോമീറ്റർ വരെ ലോങ്ങിലോട്ട് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. ഉള്ളതിൽ DJIയിലുള്ളതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. വെരി കോമ്പാക്ട് സൈസ് ആണുള്ളത്. പക്ഷേ മിനി എന്നുള്ള പേര് പോലെ സൈസ് മിനി സൈസാണ്. പക്ഷേ ഇതിൻ്റെ ഫീച്ചേഴ്സ് പ്രോ ലെവൽ ഫീച്ചേഴ്സ് ആണുള്ളത്. ഇവിടുന്ന് ഫ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല, കാരണം നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ആർത്തിഡാമാണ്. ഈ സൈഡിൽ ഇങ്ങനെ സൈഡിൽ വരുന്നത് ആർത്തി ഡാം, അതേപോലെ നമ്മളെ ചെറുതോണി ഡാം. ഇതിൻ്റെ അങ്ങേ സൈഡ് വരുന്നത് നമ്മളെ കുളമാവ് ഡാം. ഇതിൻ്റെ റിസർവോയർ ആണ് കാണുന്നത്. എല്ലാവർക്കും അറിയാം, ആക്ച്വലി എല്ലാവരും വന്നിട്ടുള്ള സ്പോട്ടാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഡ്രോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത് മൂന്നാറിലോട്ടാണ്. മൂന്നാർ നമുക്ക് പറ്റിയ സ്പോട്ട് നോക്കിയിട്ട് ഇത് ഫ്ലൈ ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമുക്ക് പറ്റുമെന്ന് അറിയണമല്ലോ. ഞങ്ങൾ കാൽവരി മൗണ്ടിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ മൂന്നാറിലോട്ടാണ്. നമുക്ക് ഡ്രോൺ അവിടെ എത്തിയിട്ടൊന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ. നമ്മുടെ ചാനൽ പുതിയൊരു ഗിവ് അവേ കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 10,000 റുപ്പീസ് വെച്ച് 10 പേർക്ക് 1 lakh റുപ്പീസാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ട്രഷർ ഹണ്ട് എന്ന സീരീസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ 10 വീഡിയോസിൽ 10 സ്ഥലങ്ങളിലായിട്ട് 10,000 റുപ്പീസ് ഹൈഡ് ചെയ്ത് വെക്കും. നിങ്ങൾ വീഡിയോസ് മുഴുവൻ കാണുന്നവർക്ക് ഈസിയായി ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ട്രഷർ ഹണ്ട് ഫൈൻഡിംഗ് ഫണ്ട് 10,000 റുപ്പീസ് ഞാൻ ഈ മയിൽക്കുറ്റിൻ്റെ താഴെയാണ് വെക്കുന്നത്. ഇത് വെക്കുന്ന രീതി, ഇത് ഫോൾഡ് ചെയ്തിട്ട് ഇതൊരു വിസിറ്റിംഗ് കാർഡ് ഹോൾഡറാണ്. അതിൽ വെച്ച് ഒരു കാർഡ് വെച്ചിട്ടുണ്ട്. ഈ കാർഡിൽ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കാണോ ഇത് കിട്ടുന്നത് ആ കാർഡിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറാണ്. ഇതിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐഡിയിൽ മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്തിട്ട് ഇത് അവർക്ക് എടുക്കാം. ഇത് അവർക്കുള്ള ഫണ്ടാണ്, എൻ്റെ വ്യൂവേഴ്സിനുള്ള ഫണ്ടാണ്. ഓക്കെ, ഇത് ഇങ്ങനെ വെച്ച് ഞാൻ സിമ്പിളായിട്ട് ഇത് എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിന് താഴെ ഒരു കല്ലും കയറ്റി വെക്കുന്നുണ്ട്. ഈ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് ഈ മയിൽക്കുറ്റി ഫൈൻഡ് ചെയ്താൽ അറിയാൻ പറ്റും. ഈ ഫൈൻഡിങ് ഫണ്ട് വെച്ചിട്ടുള്ളത് ഇക്കോ പോയിന്റിന്റെ അവിടുന്ന് 300-400 മീറ്റേഴ്സിനുള്ളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മൂന്നാർ വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇങ്ങനെ ഒരു ഫണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫാമിലി, റിലേറ്റീവ്സ് മറ്റാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഹാപ്പി ഫൈൻഡിങ്. ഇരവിക്കുളം നാഷണൽ പാർക്ക് കഴിഞ്ഞിട്ട് ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് ഒരു പോക്കറ്റ് റോഡ് കാണാം. റിപ്പിൾസിൻ്റെ ടീ എസ്റ്റേറ്റ് ആണ്. ആക്ച്വലി ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഞങ്ങൾ പെർമിഷൻ എടുത്തിട്ടാണ് വരുന്നത്. ഇങ്ങോട്ട് പെർമിഷൻ ഇല്ലാതെ വരാൻ പറ്റില്ല. ഇതെന്ത് ആക്ച്വലി ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അടിപൊളി വ്യൂ ആണത്. പിന്നെ നോർമൽ വണ്ടികൾ വെച്ചിട്ട് വരാൻ പറ്റില്ല, അതാണ് പ്രശ്നം. 4x4 ഓഫ് റോഡ് ഏതെങ്കിലും വണ്ടികൾ മാത്രമേ വരൂ. പക്ക ഓഫ് റോഡ് തന്നെയാണ്. ഇതിപ്പോ കുറച്ച് നല്ല റോഡ് കിട്ടിയിട്ടുണ്ട്. പക്ക മോശം റോഡാണ്. മുൻപ് ഞാനിവിടെ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. അന്ന് അതേപോലെ പെർമിഷൻ്റെ ഒരു ഇഷ്യൂ കാരണം കയറാൻ പറ്റിയില്ല ഇങ്ങോട്ട്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടോട് റിപ്പിൾസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആളോട് സംസാരിച്ചിട്ട് അങ്ങനെ ഒരു പെർമിഷൻ കിട്ടിയതാണ്. ഗേറ്റ് ഓപ്പൺ ആയിരിക്കില്ല. ഇപ്പോൾ അവർ വന്നിട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്ത് തന്നു. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമ്മളിവിടെ എത്തി. ഡ്രോണിൽ നല്ല വ്യൂ ആയിരിക്കും. സ്കൈ വ്യൂ അടിപൊളിയായിരിക്കും തോന്നുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ചെറിയ പണി കിട്ടിയത്. മഴ ചാറുന്നുണ്ട് ചെറുതായിട്ട്. ഇപ്പോൾ ആ കുട്ടിക്ക് ലൈറ്റായിട്ട് ഫുഡൊക്കെ എന്തെങ്കിലും കൊടുക്കാന്നുള്ള പ്ലാനിലാണ് വന്നത്.
നൂഡിൽസോ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്നുള്ളത് വന്നത്. പക്ഷെ ഇപ്പോൾ മഴ ചാറുന്നതുകൊണ്ട് പണി കിട്ടും. അപ്പോൾ ടെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ടെൻറ്റ് അടിച്ചിട്ട് നമുക്ക് ഫുഡ് എന്തെങ്കിലും ചെറുതായിട്ട് സെറ്റാക്കിയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഡ്രോണൊന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. ടെൻറ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. ടെൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മാഗി ഉണ്ടാക്കാം. പിന്നെ നല്ല മഴച്ചാറിൽ ഉണ്ട്. അപ്പോൾ ഒരു കട്ടനും ഉണ്ടാക്കാം. പോർട്ടബിൾ സ്റ്റൂള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പോർട്ടബിൾ സ്റ്റവ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് കാറ്റർജൻ ഫില്ല് ചെയ്യുന്ന ടൈപ്പാണ്. ഇതിൽ കാറ്റർജൻ ഫില്ല് ചെയ്തിട്ടാണ് വെക്കുക. എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെയാണ്, ഫ്ലെയിമൊക്കെ ഓക്കെയാണ്. ഇനി മാഗിയാണ് വെക്കുന്നത്. അപ്പോൾ നല്ല ചൂട് കട്ടനും റെഡി. നല്ല അടിപൊളി മാഗി റെഡി. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് നല്ല മഴയായി. പിന്നെ അവിടുന്ന് ഫ്ലൈ ചെയ്യാനൊന്നും പറ്റും. അവിടുന്ന് മഴത്ത് ഫ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ കയറി. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് മഴ ഫുള്ള് പോയി. ഫുള്ള് നല്ലൊരു ക്ലൈമറ്റ് ആയി. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ടുണ്ട്. ആർച്ചും കണക്റ്റ് ആണ്, ഡ്രോണും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് രീതിയിൽ ഇത് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഒന്ന് രണ്ട് ലിവറും കൂട്ട് സെൻട്രലോട്ട് വലിച്ചിട്ടുണ്ട് ടേക്ക് ഓഫ് ആവും. അല്ലാതെ തന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് ടേക്ക് ഓഫ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ അത് ടേക്ക് ഓഫ് ആയിക്കോളും. ഇനി നമുക്കിത് നേരെ അങ്ങോട്ട് ഗ്രൗണ്ടിലോട്ട് കൊണ്ടുപോയിട്ട് മൊത്തത്തിൽ ആ ഒരു ഏരിയ എങ്ങനെയുണ്ട് ഡ്രോൺ വ്യൂ എന്ന് നോക്കാം. ഓക്കെ, വീഡിയോസ് എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് എല്ലാം ഉണ്ടായിരിക്കാം. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരാനുണ്ട്. ഡ്രോൺ ഷോട്ട്സുകൾ വരാനുണ്ട്. ഫസ്റ്റ് ഡ്രോൺ ഷോട്ട് ആയതുകൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിലെല്ലാം മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ വട്ടവടയിലോട്ടാണ് പോകുന്നത്. സ്ട്രോബെറി വിളവെടുപ്പ് നടക്കുന്നുണ്ട്. അതിനെല്ലാം മാക്സിമം കവർ ചെയ്തിട്ട് വീഡിയോസ് എടുക്കുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ടാണ് മെയിൻ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്. സൈനിങ് ഓഫ് ഫ്രൂട്ട്സ് ഓൺ വീൽസ്.